പഴയ തിയറീസും കാര്യങ്ങളുമായിട്ട് പോവുക എന്നല്ലാതെ നമുക്ക് എങ്ങനെ ഒരു യൂഷ്വലി കാണുന്ന കുട്ടികളുടെ ബിഹേവിയേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു സാധനം പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. യൂഷ്വലി ഇപ്പം എനിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എനിക്കറിയില്ല ഹോമിയോയിൽ എങ്ങനെ വരുന്നതെന്ന് അറിയില്ല. ബട്ട് ഇൻ സൈക്കോളജി ഇറ്റ് ഇസ് ലൈക്ക് ഒരാൾ വരുമ്പോഴേക്കും യു ആർ തിങ്കിങ് ഓ ഈ സിംറ്റംസ് ഉണ്ട്, ഈ സിംറ്റംസ് ഉണ്ട്, ഈ സിംറ്റംസ് ഉണ്ട് ഈ ബോക്സിൽ, അല്ലെങ്കിൽ അനദർ ലേബൽ, അങ്ങനെ ലേബൽ ചെയ്ത് പോവാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ലേബൽ ചെയ്യുന്ന ഡിസോർഡറിനേക്കാൾ ഏറെ കുറേ അധികം വേറെ ബിഹേവിയറലായിട്ടുള്ള കുറേ ചാലഞ്ചസ് ആണുള്ളത്. അത് ഇറ്റ്സ് നോട്ട് പർട്ടിക്കുലർലി ഒരു ഡിസോർഡർ ആയിട്ട് മാറുന്നൊന്നുമില്ല. പക്ഷെ അതിനെ നമുക്ക് ഈ ചാലഞ്ചസിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാതെ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടികൾ വളരെ പ്രസക്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് സൈക്കോളജിസ്റ്റുകളായാലും പ്രാക്ടീഷണേഴ്സ് ആയാലും മോർ ദാൻ ദാറ്റ് ഐ വുഡ് സേ പേരൻസിനെ ഒന്നും കൂടി വരുത്തണമായിരുന്നു. അവരെ എംപവർ ചെയ്യാം. ഈ പാരൻസിന് ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്താണ്. ബിക്കോസ് പാരൻസ് ഇതിലേക്ക് ഈ മിക്സിലോട്ട് വരാതെ വി കാൻ ഡു മച്ച്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി പേരൻസ് ആണല്ലോ കുട്ടികളെ ഡീൽ ചെയ്യുന്നത്. സോ ആ ഒരു പേരന്റിങ്ങിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഐ ടോട്ടലി അപ്രീഷിയേറ്റ് ദി പാരന്റ്. സൈക്കോളജിസ്റ്റ് അല്ല, പ്രാക്ടീഷണർ അല്ലാതെ ഒരു പാരന്റ് വന്നു എന്നുള്ളത് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ബിക്കോസ് അങ്ങനെയുള്ള പേരൻസും അങ്ങനെ എംപവേർഡ് ആയ പേരൻസും തന്നെയാണ് നമുക്ക് മാറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഉള്ള ഈ നമ്മൾ കാണുന്ന മാറ്റങ്ങളെല്ലാം. സോ നമ്മൾ ഏത് തിയറി എടുത്ത് പഠിക്കുകയാണെങ്കിലും ഫോർ സ്റ്റുഡൻസ് നമ്മൾ പഠിക്കുന്ന എറിക്സൺ ആയാലും പിയാഷെ ആയാലും ഒക്കെ നമ്മൾ ഒരു ചൈൽഡ്ഹുഡിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. തിയറി മാറ്റി വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഓരോ വലിയ ആൾക്കാരിനെ പറ്റി പറയുമ്പം പലപ്പോഴും പറയണത് ഓ അവൻ്റെ ഉപ്പ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ അമ്മാൻ്റെ അതേ സ്വഭാവമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കും. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു ടൈം ആവുന്ന സമയത്ത് നമ്മൾ ആളുകളെ കുറിച്ച് പറയും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ കുറച്ചൊരു വാശി ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ തിരിച്ചു വരാം. അറിഞ്ഞോ അറിയാതെയോ ഈ ചെറുപ്പകാലത്ത് നമ്മൾ നല്ല പ്രസക്തി കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ആ ചെറുപ്പകാലത്തിന് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മൾ ഏതൊരു എല്ലാവരും പറയുമ്പോഴും അവരുടെ ചെറുപ്പകാലത്തിന് എന്തെങ്കിലുമൊക്കെ പറയും, കണക്ട് ചെയ്ത് പറയാറുണ്ട്. പക്ഷെ അതിന് നമ്മൾ വേണ്ട ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? എന്താ തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയും. ബട്ട് റിയലി ഇപ്പോൾ ഞാൻ അംഗൻവാടി സൂപ്പർവൈസറായിട്ട് കുറച്ചാലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ തന്നെ നമുക്കുണ്ട് ഈ കുഞ്ഞു കുട്ടികളെ അഡ്രസ് ചെയ്യാനായിട്ട്. അത് എന്നിട്ട് അവരുടെ പോഷകാഹാരം അംഗൻവാടികളിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാലോ അല്ലെ? ജനിച്ച മുതൽ എല്ലാ മാസം മുതൽ ഭക്ഷണം കഴിക്കാനാകുമ്പോഴത്തേക്ക് അമൃതം കൂടി കൊടുക്കുന്നുണ്ട്. എന്നാൽ കുട്ടി ജനിച്ച മുതലുള്ള ടൈമിൽ അമ്മമാർക്ക് പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അതാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യം വന്നിട്ട്.